ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഒരു നേരം ഇച്ചിരി ചോറുണ്ടില്ലേലുണ്ടല്ലോ വലിയ ഏനക്കെട. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, ഞാൻ എവിടെ പോയാലും ഏത് രാജ്യത്താണെങ്കിലും എല്ലാവരോടും ചോദിക്കും എനിക്കൊരു ഇച്ചിരി ചോറ് ഉച്ചയ്ക്ക് തരണേന്ന് പറയും. ഈ ചോറ് എപ്പോഴും കഴിക്കുന്നവർക്ക് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ഇന്ന് എന്നാ ചെയ്യണമെന്നറിയാവോ, ഒരു ചെറിയൊരു വെജിറ്റബിൾ ബിരിയാണി പോലെ ഒരു ഡിഷ് ഉണ്ടാക്കാം. അതിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ മെനക്കേടൊന്നുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്. ഈ പറഞ്ഞ കൂട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാന്നേൽ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നേരം അധികം പോകുകയല്ല, ഈ പറഞ്ഞ കൂട്ട് ഗസ്റ്റിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് ചെയ്യാനും മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ സാധാരണഗതിയിൽ ബിരിയാണിയൊക്കെ വെക്കുവാന്നേൽ അരി തിളപ്പിച്ച് ഊറ്റി അതൊക്കെ ചെയ്യണം. പക്ഷേ അതൊന്നുമില്ല, നമ്മൾ അരി വറുത്ത് അത് വറ്റിച്ചെടുക്കുന്ന സാധനമാണ്. അതിന് വലിയ മെനക്കേടില്ല. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഈ പറഞ്ഞ കൂട്ട് പേനയും പേപ്പറുമായിട്ടൊക്കെ ഇരുന്നോണം. അതിൻ്റെ അളവ് എത്രയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് മീൻ പൊള്ളിച്ചതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അത് കഴിക്കാം. അതല്ല നമ്മുടെ ചിക്കൻ പെരട്ടാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദ് കൂടും. ഇതെല്ലാം പോയിട്ട് ഒരു സാലഡ് മാത്രമാണ് മതിയെങ്കിൽ അതും നല്ലതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാലഡ് ഒരു പ്രത്യേകതര സാലഡാണ്. അത് ഇതിൻ്റെ കൂടെ ധാരാളം മതി. ഈ ഒരു പപ്പടവും ഈ സാലഡും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഇത് ധാരാളം മതി. ഇനിയിപ്പം നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എഴുതിയെടുത്തോണേ. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ബസ്മതി റൈസാണ് ഇതിന് നല്ലത്. ഇത് ബസ്മതി റൈസിൽ ലോങ് ഗ്രെയിൻ റൈസാണ് ഏറ്റവും നല്ലത്. അത് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കുക. ചിലർക്ക് ജീരക അരിയാണ് ഇഷ്ടം, അത് വാങ്ങിക്കുക. പക്ഷേ നമ്മൾ എപ്പോഴും ലൂസ് മേടിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയോ, നമ്മൾ അരി വേവുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് വേണം നമ്മൾ അരി വാങ്ങിക്കാൻ. പിന്നെ വേറൊരു ഗുണം അതിനകത്തുണ്ട്, നമ്മൾ ഏത് അരി കിട്ടിയാലും പിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ വറുത്ത് വെച്ചാൽ അത് കുഴയില, അത് പിരിഞ്ഞു പോകല എന്നൊക്കെ പറയും. ശരിയാ, ഞാനും അത് ട്രൈ ഔട്ട് ചെയ്തില്ല. പക്ഷെ വറുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ ആ അരി വേവുന്ന രീതി അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അരി പിരിഞ്ഞു പോകും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ഇപ്പം ഞാനിവിടെ വാങ്ങിച്ചേക്കുന്ന ഒരു ലോങ് ഗ്രെയിൻ അത്രയല്ല, എന്നാലും ഇച്ചിരി ഒരു വലിയ അരിയാണ്. ഇതൊരു 1/2 kg അളവാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ബസ്മതി അരി 1/2 kg. ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു സവാള. സവാള എന്ന് പറയുമ്പോൾ ഒരു 6 വലിയ സവാള എടുക്കണം. അത് 6 എന്തിനാന്ന് വെച്ചാൽ 1/2 സവാള നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാനുള്ളതാണ്. 6 സവാളയും ഒരുമിച്ച് അരിഞ്ഞു വെച്ചേക്കുക. ആ അരിയുടെ അളവ് അനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അളവ് എടുത്ത് വറുത്താൽ മതി. പിന്നെ ഒരു 2 വലിയ ക്യാരറ്റ്. ഇപ്പം ഈ ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് എന്നാന്നറിയോ, നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ അരിയിലിട്ട് അതായി വരുമ്പോഴത്തേനുണ്ടല്ലോ, അത് നീളത്തിൽ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. അതല്ല നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേ കൂട്ട് തന്നെ ബീൻസും അതേപോലെ നീളത്തിൽ, അതും ഈ പറഞ്ഞ പോലെ കനം ഒട്ടും വേണ്ട, കുറച്ച് കനം കുറച്ച് അരിഞ്ഞാൽ മതി. അതൊരു ബൗള്. പിന്നെ കോളിഫ്ലവർ. ഈ കോളിഫ്ലവർ എപ്പോഴും വെള്ളം തിളയ്ക്കുമ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്ത് അതിനകത്ത് കംപ്ലീറ്റ് പുഴുക്കളും അതിനകത്ത് വരുന്ന പെസ്റ്റിസൈഡ്സും എല്ലാം പോകുന്നതാണ് പറയുന്നത്. അത് തിളപ്പിച്ചത് ഒരു 1/2 കോളിഫ്ലവർ. പിന്നെ ഒരു 2 വലിയ തക്കാളി, അതും ഇതേപോലെ കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് നമുക്ക് കടലപ്പരിപ്പ്, അതൊരു 1/2 kg ഒരു 3 സ്പൂൺ. പിന്നെ വേണ്ടിയത് എന്നാന്നറിയോ, ഇന്ന് ഞാനിവിടെ ഗരം മസാല പൊടിച്ചതല്ല ഉപയോഗിക്കാൻ പോകുന്നത്, നമ്മൾ എടുത്തിട്ട് അത് പൊടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയത് കുറച്ച് പെരിഞ്ജീരകം. അതായത് ഞാൻ ആ പൊടിക്കാൻ നേരം അതിൻ്റെ അളവ് പറഞ്ഞു തരാം, എത്ര വീതമാണ് വേണ്ടിയെന്നുള്ളത്. ഇപ്പം പെരിഞ്ജീരകം വേണം, ഗ്രാമ്പു, കുരുമുളക്, കശകശ, ഏലക്ക, പട്ട, തക്കോലം. ഇതിത്രയും നമുക്ക് ഇന്ന് നമ്മൾ മിക്സിയിൽ തനിയെ പൊടിച്ചെടുക്കും. ഇനി അടുത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് നെയ്യ് വേണം. നെയ്യ് എന്നാത്തിനാണെന്നറിയാവോ, ഈ ബസ്മതി വറക്കാൻ. നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡാൽഡ ആയാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ല, നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയെ വെച്ചാൽ അരിഞ്ഞിട്ടാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തേച്ചാലും മതി. പച്ചമുളക് അരിഞ്ഞു വിടാം, അതല്ല ചതച്ചിടണമെന്നുണ്ടെങ്കിൽ ചതച്ചു വിടാം. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. പിന്നെ വേണ്ടത് മല്ലിയില. പിന്നെ ഞാൻ ആദ്യം നമ്മൾ ചിക്കൻ പെരട്ട് ചെയ്ത പോലത്തെ രമ്പയില. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ബിരിയാണി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാൻ കത്തിച്ചിട്ട് നെയ്യ് ഒഴിക്കണം.
ഇതിപ്പോൾ 1/2 കിലോ അരിക്കുള്ള നെയ്യാണ്, ഒരു 4 സ്പൂൺ. ഈ നെയ്യ് നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി വേണ്ടി എന്താ അറിയോ, ഒരു 2 കഷ്ണം പട്ട, ഇത്രയും മതി. ഈ പട്ടയാകും അധികം ഇടാൻ പാടില്ല. 2 കഷ്ണം പട്ടയും ഒരു 4 ഏലക്ക, പിന്നെ 2 ചെറിയ തക്കോല, അതേപോലെ ഒരു 4 ഗ്രാമ്പു. ഇത് ഇതിനകത്ത് ഇടുന്ന എന്നാന്ന് വെച്ചാൽ അറിയാവോ, നമ്മുടെ അരിക്ക് നല്ല ഫ്ലേവർ കിട്ടും. ഇപ്പം നെയ്യ് നല്ലതായിട്ട് ചൂടായി. ഇനിയിപ്പോൾ ഞാൻ ഈ അരി അതിനകത്തോട്ട് ഇടാൻ പോവാ. കഴുകി ഊറ്റി വെക്കണം, അത് അങ്ങനെ ഇടാം. ഇതിപ്പോൾ 1/2 കിലോ അരിയാണ്. അരിയുടെ വറക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാവോ, ശരിക്കും ഇതിൻ്റെ വെള്ളം മുഴുവൻ അങ്ങ് വറ്റിയേച്ച് അത് ഇങ്ങനെ ഈ എന്നാ പറയുന്നത്, നമ്മൾ വായിലൊന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കടുകടുകട അങ്ങനെ ആവും. അതേപോലെ, അതായത് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച അരി മൊത്തം തിരിച്ച് ബാക്ക് ടു എന്നാ പറയുന്നത്, നമ്മൾ ഇട്ട പോലെ തന്നെ അരിയാവും. അതാ അതിൻ്റെ പരുവം. ഇതല്ല ഒന്നും മനസ്സിലാവുന്നില്ല, അയ്യോ ഇതാണോ പരുവം എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ പറ്റുന്നറിയോ, നമ്മൾ ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്ക് അടിയിലത്തെ അരിയൊക്കെ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരും. അതാ കണക്ക്. ഈ അരി നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ഒരു തീ അങ്ങോട്ട് നല്ലോണം കുറച്ച് വെച്ച് നമ്മൾ അടുത്ത പാൻ അങ്ങോട്ടങ്ങ് കത്തിക്കുക. എന്ന് വെച്ചാൽ എന്നാന്നറിയോ, നമ്മുടെ ഗ്രേവി അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അരി ശ്രദ്ധിച്ചോണം, മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നോക്കുകയല്ല കേട്ടോ. ഇപ്പം പറഞ്ഞ കൂട്ടെ, എനിക്ക് ഈ നമ്മുടെ അമ്മയൊക്കെ പറയുന്ന കൂട്ടെ, തനി നാടൻ സാധനം തന്നെയാണ് നമുക്കൊക്കെ കൈവാക്കിന് ഒക്കുകയുള്ളൂ. അന്നേരം പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കേ ഉപയോഗിക്കുകയുള്ളൂ എന്നൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ ചില സമയത്ത് നോൺ സ്റ്റിക്ക് ആട്ടോ ഏറ്റവും ബെസ്റ്റ്. കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശീലമില്ലാതെ ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പകുതി മീൻ അതിനകത്ത് കിടക്കും. അതേപോലെ ചില സമയത്തൊക്കെ നമുക്ക് നോൺ സ്റ്റിക്ക് ഭയങ്കര ഉപകാരപ്പെടും. ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ. ഇച്ചിരിയായിട്ട് ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത് തീയ്. അന്നേരം അത് ഇച്ചിരി കിടന്ന് അങ്ങോട്ടങ്ങ് മൂത്തോളും. ഈ സമയം ഇവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കണം, ഒരു 2 സ്പൂൺ നെയ്യ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുമോ, ഇത് മൊത്തം നെയ്യും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ നല്ലോണം കയറും എന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷെ അത്ര ഒന്നും ഇല്ല കേട്ടോ. ഇച്ചിരി നെയ്യൊക്കെ ഇല്ലെങ്കിൽ അതിനുള്ള ഫ്ലേവർ ഒന്നും വരികയില്ല. അതേ തന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ കൂട്ട് നമുക്ക് നെയ്യിലാണ് ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അത് ഉപയോഗിച്ചേ ഒക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സവാളയുടെ ഒരു പിടി, അതായത് നമുക്ക് കുറച്ച് മതി വറുക്കാൻ. എൻ്റെ കൈ ഇച്ചിരി വലുതാ, അതുകൊണ്ട് ഞാൻ ഒരു പിടി എന്ന് പറയുമ്പോഴത്തേന് ഇച്ചിരി ഉണ്ട് കയ്യിൽ വരുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാണെന്നറിയാവോ, നമ്മൾ ഇടുന്നതിൻ്റെ നേർ പകുതിയാവും അത് വറുത്ത് വരുമ്പോഴത്തേന്. ഇത് ഫ്രൈ ആവാൻ ഇച്ചിരി നേരം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് അരിയുടെ ഫ്ലെയിം ഇച്ചിരി അങ്ങോട്ട് കൂട്ടി വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഇച്ചിരി സ്പീഡിൽ വറുത്തെടുക്കാം. ഇപ്പം ഇത് അരി മൂക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളി നല്ല മൂത്ത് വരുന്നുണ്ട്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടല്ലോ എല്ലാം മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കി ഭയങ്കര പ്രസൻറ്റ് ചെയ്ത് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. PC ജോസ് സാറാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറി വന്നപ്പോഴത്തേര് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയായിപ്പോയേ. അതുകൊണ്ട് പിന്നെ അങ്ങ് വർത്തമാനത്തിലോട്ടായി. എനിക്ക് നിങ്ങളോട് ആരാ വരുന്നത് എന്താണെന്നൊന്നും നേരത്തെ പറയാൻ പോലും ഒത്തില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ശരിക്കും നമ്മളെപ്പോലെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ എന്നാ പറയുന്നത്, സംഗീതത്തോട് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ എൻ്റെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് മിക്കതും ഇപ്പോൾ സംഗീത ലോകത്തുള്ള ആൾക്കാരെ നമുക്ക് ഒത്തിരി ഗസ്റ്റായിട്ട് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ എന്നാ എനർജിയാണെന്ന് അറിയാവോ. ശരിക്കും ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയാൻ ആരാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം പറയുന്നില്ല, കുറച്ചിൻ്റെ പറയുന്നുള്ളൂ. ഇപ്പം കണ്ടോ, ഇത് നല്ല ബ്രൗൺ ആവണം. ഈ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ ഒത്തിരി ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് മൂത്ത് പോകും. ഇരുന്ന് വറുത്ത് കഴിയുമ്പോൾ ഇരുന്നൊരു മൂപ്പും കൂടെ അതിനുണ്ട്. അതുകൊണ്ട് ഒത്തിരി നമ്മൾ മൂപ്പിക്കരുത്. ഏകദേശം ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇത്രയും ഉള്ളി ഫുള്ള് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറ്റാം. ഇടയിലൊക്കെ ഇച്ചിരി പച്ചയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
കുഴപ്പമില്ല, അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് വറുത്ത് വെച്ചാൽ മതി, അതങ്ങ് മൂത്തോളും തന്നെ. ഇപ്പോൾ ദേ എൻ്റെ അരി ഏകദേശം നല്ലതായിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാണെന്നറിയാമോ, എനിക്ക് ഈ പാനിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അരി എന്തായാലും വേവുകയില്ല. അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ചുകൂടെ ഒരു മുഴുത്ത പാൻ വേണം. ഇത്രയും വലിയ പാൻ വേണം. കാര്യം എന്നാണെന്നറിയോ, നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പാത്രത്തിൽ തന്നെ വെക്കുന്ന ഏറ്റവും നല്ല. ഇപ്പോൾ ഇതേ എൻ്റെ ഉള്ളി നല്ലതായിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞു. ഈ ഉള്ളി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ള് മൂപ്പിച്ചിട്ടില്ല, ഇതേണ്ടേ ഇത്രേ ആക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് കാണാം ശരിക്കും ഇച്ചിരിയൊക്കെ ആയിട്ട് പച്ചയുണ്ട്, പക്ഷെ അത് കാര്യമാക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് മൂത്തോളും. ഇനി ഇതിനകത്ത് നെയ്യ് വേണ്ടിയവർക്ക് ഒഴിക്കാം, വേണ്ടാത്തവർ ഒഴിക്കണ്ട. പക്ഷേ എനിക്ക് എന്നാലും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറക്കാനായിട്ട് ഇതിനകത്ത് ഇച്ചിരി നെയ്യേ ഉള്ളൂ. അന്നേരം ഞാൻ 1 സ്പൂണും കൂടെ ഒഴിക്കുക. അപ്പം ഇപ്പം എല്ലാവരും പറയും, ആഹാ മോളെ നെയ്യോട് നെയ്യാന്ന് പറയും. പക്ഷെ എന്നാൽ ഇച്ചിരി ഒഴിക്കാതെ വെക്കുകയല്ല കേട്ടോ. ഇതാ 1 പിടി അണ്ടിപ്പരിപ്പ്. ഇത് കുറച്ചൊന്ന് മൂത്തേച്ചു മതി മുന്തിരിങ്ങ ഇടുന്നേ. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ വലിയ പാൻ എടുത്ത് അതിനകത്ത് ഈ വെള്ളം മുഴുവൻ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി അതിനകത്തോട്ട് അങ്ങ് ഇടണം. ഇതേ കൂട്ട് തന്നെ 1 പിടി മുന്തിരിങ്ങ. വേണ്ട, ഇത്രയും മൂത്താൽ മതി. ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് അങ്ങ് വയ്ക്കുക. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേവി ഉണ്ടാക്കാൻ പോവുക. അത് തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അരി നമ്മുടെ വലിയ പാനിലേക്ക് അങ്ങോട്ട് ഇടുക. ഞാനിപ്പോൾ ഇതിന് നികത്തിയാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ ഇച്ചിരി നികത്തിയാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്, ഇത്രയും പോരാ. ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം വേണം. അതായത് അരി വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റിയോളം അത് വലുതാവും. അപ്പം അതിന് നികത്തിയല്ല, കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് എന്നാ ചെയ്യണമെന്നറിയാവോ, ഇച്ചിരി ഉപ്പിടണം. അതായത് ഈ ചോറിന് വേണ്ടിയ ഉപ്പ്. ഇതങ്ങോട്ട് തിളച്ച് കഴിഞ്ഞേച്ച് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വിട്ടു കൊടുക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ സിമ്മിലാക്കി വെച്ച് നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം വേവ്. ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കറക്റ്റ് ആവണം എന്നില്ല. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടുക, അതിൻ്റെ വറ്റിക്കുക, അതിൻ്റെ വേവ് അനുസരിച്ച് നോക്കുക. ബസ്മതി അരിക്കുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്നാണെന്നറിയാവോ, ചൂടിലിരുന്ന് ഇപ്പോൾ നമ്മൾ അരി വേവിച്ച് വറ്റിച്ചെടുക്കുവാണെങ്കിൽ ആ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒരു വേവ് ഈ അരിക്കുണ്ട്. അതുകൊണ്ട് ഫുൾ വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ അരി ചിലപ്പോൾ കുഴഞ്ഞു പോകും. ഒരു 3/4 വേവൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അരി കടിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചങ്ങനെ വെച്ചേച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന സമയം അത് ഒന്നുകൂടെ ഒരു വേവ് കഴിയും. ആ സമയം ഇത് തിളയ്ക്കുന്ന സമയം നമുക്ക് ഇപ്പുറത്ത് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഉള്ളി മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് വഴറ്റാം. കാര്യം എന്താണെന്നറിയോ, ബാക്കിയൊക്കെ ഇച്ചിരി മെലിഞ്ഞ് അരിഞ്ഞുകൊണ്ട് അധികം വേവില്ല. ഈ ഉള്ളി ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയി ആ സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയാണെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ ഇടുവാണെങ്കിൽ ഇഞ്ചി 1 സ്പൂണും വെളുത്തുള്ളി ഒരു 2 സ്പൂണും. ഇതിപ്പോൾ ഞാൻ നിറച്ച് 1 സ്പൂൺ നിറച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിനകത്ത് ഇട്ടേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ഇളക്കി കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക്, സാധാരണ നമ്മൾ ബിരിയാണിയിൽ പച്ചമുളക് ചതച്ചാണ് ഇടുന്നത്. ഇത് ചതച്ചിടാം, അതല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി എരിവ് അനുസരിച്ച്. ഇതിപ്പം ഒരു 4-5 പച്ചമുളകുണ്ട്, ഞാൻ മുഴുവൻ ഇടുന്നില്ല, ഇച്ചിരി ഇടുന്നുള്ളൂ. ഇതുണ്ട്, ഈ സ്പൂണിനാണെങ്കിൽ ഒരു 2 സ്പൂൺ. ഈ സമയം ഇപ്പോഴത്തെ എൻ്റെ അരി നല്ലോണം തിളച്ചു. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കണം. ഇത് അടച്ചു വെച്ചേച്ച്
ചെറിയ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഗ്രേവി ആക്കാം. ഇടയ്ക്കൊന്ന് അരി ഇളക്കി കൊടുക്കുകയും വേണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചോവ മാറി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 വലിയ ക്യാരറ്റാണ് വേണ്ടതെന്ന്. പക്ഷേ എൻ്റെ പാനിനകത്ത് അത് മൊത്തം കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു ക്യാരറ്റ് ഫുൾ, അതായത് ഒരു മുഴുത്ത ക്യാരറ്റ് ഫുള്ളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് ബീൻസ് ഇടാം. ഇതും ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റ് ഇതിനകത്ത് കൊള്ളുന്നില്ല, അതേപോലെ തന്നെ എൻ്റെ പാനിനകത്ത് ബീൻസും കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുമോ അതിൻ്റെ പകുതിയെ ഇടുന്നുള്ളേ. ഇപ്പം തന്നെ കോളിഫ്ലവർ. ഇതൊന്ന് ഇതിനകത്ത് ഇടുന്ന സമയം നമുക്ക് നമ്മുടെ അരി എന്തായി എന്നൊന്ന് നോക്കണം. ചാടി പിടിച്ച് ഇത് തുറക്കരുത്. പണ്ട് ഞാൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കും ഇത് സംഭവിച്ചതാണ്. ഇങ്ങനെ ചാടി പിടിച്ചൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ആവി നമ്മുടെ ഈ 4 വിരലിലോട്ട് അങ്ങോട്ട് പിടിച്ചാൽ ഉണ്ടല്ലോ നല്ല രസമാണ്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിന് ഒരുപാട് സമയം കൊടുക്കണ്ട, ഇച്ചിരി സമയം കൊടുത്താൽ മതി. ഞാൻ ഈ അരി വെന്ത ഒരു നേരമില്ലേ ആ നേരം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം, അതായത് ഉള്ളി, ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതെല്ലാം വെന്ത് കിട്ടും. അതിൻ്റെ ആ സമയത്ത് നമുക്ക് തീ ഇച്ചിരി കുറച്ച് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. എന്നാലും മുളക് പൊടി അധികം വേണ്ട. വേണ്ട 1 സ്പൂണേ ഇടുന്നുള്ളൂ. ഈ സ്പൂണിനെന്നൊക്കെ പറയുമ്പോൾ പിന്നെ എണ്ണ അളവ് പറയാനാന്ന് പറയും അല്ലേ. ഇത് മല്ലിപ്പൊടിയും 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ശരിക്കും ഈ ഗ്രേവിയിലുണ്ടാവുന്ന എരിവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ബിരിയാണിക്ക് വരുന്ന എരിവ്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിനകത്ത് ഗരം മസാല അല്ല പൊടിയായിട്ടല്ല ഇടാൻ പോകുന്നത്, നമ്മളിപ്പോൾ അത് പൊടിക്കാൻ പോവുക. പെരിഞ്ജീരകം അത് 1 ടീസ്പൂൺ, ഗ്രാമ്പൂ ഒരു 8 എണ്ണം, കുരുമുളക് ഒരു 1/4 സ്പൂൺ മതി, എരിവ് കൂടണ്ട. പിന്നെ എനിക്ക് ശരിക്കും അമ്മയൊക്കെ പറയും മട്ടൻ കറിയിലൊക്കെ കശകശയൊക്കെ ഇട്ട് അരച്ച് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല സ്വാദാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കശകശയും കൂടി ഇതിനകത്ത് ഇടുക. പിന്നെ ഏലക്ക ഒരു 6 എണ്ണം, പട്ട കുറച്ച് മതി, 1 കഷ്ണം പട്ട, തക്കോലം ഒരു എന്നാ പറയുന്നത് ഇത് മുഴുത്ത ഒരു പൂവാ, ഇതിൻ്റെ ഒരു ചെറിയ പൂവും കൂടെ എടുത്തേച്ചാൽ മതി, 2 തക്കോലം. ഈ മസാല നല്ലോണം പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുക. മുഴുവൻ ഇടണ്ട. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇനി നമുക്ക് എത്രയായാലും ഞാൻ പറഞ്ഞു ഇതിന് വേവ് കുറവാന്ന്, പക്ഷെ എന്നാലും നമ്മുടെ തക്കാളി നമ്മൾ ഇടണം. തക്കാളി ഒരു കുറച്ച്. അത് ഈ പറഞ്ഞോട്ട് എന്നാ പറയാൻ എല്ലാത്തിൻ്റെയും കഥ ഒന്നുപോലെയാന്ന് പറഞ്ഞ പോലെ എൻ്റെ വാനിൽ ഒന്നും കയറുന്നില്ല. പച്ചക്കറി വേവുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രംബേല എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇത് നല്ലോണം കിട്ടും. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരണം. അപ്പോഴത്തേക്ക് നല്ലൊരു എന്നാ പറയുന്ന ഒരു മണം നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവും. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഗസ്റ്റിനെ പറ്റി ഒന്നും പറയില്ല എന്ന്, ചുമ്മാ പറഞ്ഞ കേട്ടോ. നമ്മൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ശരിക്കും ഇന്ന് പറഞ്ഞ സംഗീതത്തിൻ്റെ എന്താ ഞാൻ പറയുക, എനിക്കൊന്നും ശരിക്കും വാക്കുകൾ മതിയാവില്ല അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീ രമേശ് നാരായണൻ സാർ തന്നെയാണ് നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അദ്ദേഹമായിട്ട് ഒരുപാട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. ഞാൻ പറയുന്നതിനെക്കാട്ടിലും അദ്ദേഹത്തിൽ നിന്നും കുടുംബത്തെ പറ്റിയും അദ്ദേഹം എന്താണ്, എങ്ങനെയാണ്, ഏതാണ് ഒക്കെ അറിയേണ്ടത് നമുക്ക് അദ്ദേഹത്തോടു കൂടി തന്നെ നമുക്കറിയാം. ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബിരിയാണി എന്തായി എന്നൊന്നും കൂടെ നോക്കണ്ടേ. നമ്മുടെ അരി അങ്ങനെ മൂടി വെച്ചേക്കുക, അതിനെ കുറച്ചൊന്ന് നമ്മൾ ഇളക്കി വിട്ടില്ലേലുണ്ടല്ലോ അതങ്ങ് ഒട്ടിപ്പിടിക്കും. ഇനി ഈ സമയത്ത് ഞാൻ ഒരുപാടൊന്നും വേണ്ട, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത കൂട്ട് തന്നെ കുറച്ചൊരു കടലപ്പരിപ്പും കൂടെ വറുത്തതിൻ്റെ കൂടെ ഇടണം. എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ബാക്കിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അതിനുണ്ടാവാൻ പോകുന്നത്.
ഇതിനകത്തോട്ട് ഇട്ടൊന്ന് അടച്ചു വെച്ചേക്കാം. ആ സമയം നമുക്ക് ഞാൻ മറന്നുപോയ കടലപ്പരിപ്പ് അതൊന്ന് വറുത്തെടുക്കണം. അത് ഒരുപാട് എന്നാന്നറിയാം, നമ്മൾ ഈ എന്നാ പറയുന്നത് ഇച്ചിരി കടിക്കുന്ന പരുവത്തിൽ മൂക്കണേ. വേണ്ട, ഇത്രയും മൂത്താൽ മതി, ഒരുപാടൊന്നും മൂക്കണ്ട. ഈ സമയം നമ്മുടെ എത്ര ആയാലും നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കാണും. മതി. ഇനി ഇത് ഇത്രയും നല്ലതായിട്ട് വെന്തു. ഇനിയിപ്പോൾ നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു, നമ്മുടെ ബിരിയാണിയുടെ അരി വെന്ത് കഴിഞ്ഞു, നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് അതിന് ചേർക്കാനുള്ള കൂട്ടും എല്ലാം ആയി കഴിഞ്ഞു. നമുക്കൊരു സ്പെഷ്യൽ സാലഡ് ഉണ്ട്. നമ്മൾ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന കൂട്ടുള്ള സാലഡ് അല്ല, ഒരു കുറച്ച് ഡിഫറൻസ് അത്രേ ഉള്ളൂ. പക്ഷേ ആ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആദ്യം നമുക്ക് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തേച്ച് അതിനകത്തോട്ട് സലാഡ് കുക്കുംബർ ഒരെണ്ണം, ഒരു വലിയ കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ. ഇതിപ്പോൾ ഏകദേശം വലിയ ഒരു ടൊമാറ്റോ അല്ല, 2 എണ്ണം ഉണ്ട്, 2 മീഡിയം സൈസ്. പിന്നെ വേണ്ടിയത് നമുക്ക് ഒരു 2 വലിയ സവാള. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്. ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്നറിയാം, ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടേച്ച് എന്നാ പറയുന്നത് തൈരും കൂടെ ചേർത്തേച്ചാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ശരിക്കും ഇതെനിക്ക് ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നതാ. ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. തേങ്ങ നല്ല പച്ച തേങ്ങ ആണെങ്കിൽ അത് ഞാനൊരു പ്രിഫറൻസ് പറഞ്ഞതേ ഉള്ളൂ, അതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാ തേങ്ങ നല്ല ചിരണ്ടി വെച്ച് അതിനകത്തോട്ട് പച്ചമുളക് നല്ലതായിട്ട് അരയ്ക്കണം. അതായത് നല്ല മഷി പോലെ അരച്ചേച്ച് നമ്മുടെ ഈ സാലഡിലോട്ട് അങ്ങ് ചേർക്കുക. നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് ഇടണം. ഇതിനകത്തോട്ട് നമുക്ക് തൈര്. എന്നാലും ഈ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ച് ചേർക്കുമ്പോൾ ഉള്ളൊരു സ്വാദുണ്ടല്ലോ, അത് നല്ല സ്വാദാണ്. ബിരിയാണിക്കും ഒക്കെ എടുക്കാം. ഇനി അടുത്ത നമ്മൾ എന്നാ പറയാൻ പോകുന്നതെന്ന് അറിയാമോ, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അരിയും പ്രത്യേകം ഗ്രേവി ചെയ്ത് വെച്ചു, അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കടലപ്പരിപ്പ് എല്ലാം ഇല്ലേ, ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ആ ഉള്ളിയും അങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഭയങ്കര ക്രിസ്പി ഉള്ളി ആയിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് ആ കൊച്ചേന്ന് വിളിക്കുമെന്നുള്ളൊരു പേടി കൊണ്ട് ഇച്ചിരി നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. ആ ഒരു ക്രിസ്പിനെസ് മാത്രമേ ഈ ഉള്ളിക്ക് കുറവുള്ളൂ. നല്ലതായിട്ട് ക്രിസ്പി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്നേലും കൂടുതൽ ഒഴിച്ച് നല്ല മുരിച്ചങ്ങ് എടുത്തേച്ചാൽ മതി. ഇത് ഞാൻ ബാക്കി വെക്കുന്ന എന്നത്തിനെന്നറിയാവോ, നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ്. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ബിരിയാണിക്കകത്തോട്ട് ആ ഫ്ലേവർ ഇറങ്ങുകയും വേണം. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ബിരിയാണിക്ക് ഇപ്പം നമ്മൾ എന്നാ പറയുന്നത്, ഈ ഗ്രേവിക്കകത്തോട്ട് രമ്പയില, മല്ലിയിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മല്ലിയിലയുടെ കാര്യം ഓർത്ത്. എന്നും പറഞ്ഞ് നേരത്തെ ഇട്ടില്ല എന്നും പറഞ്ഞ് വിഷമമൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നമുക്ക് നല്ലോണം കിട്ടും ചൂട് ചോറിനകത്തോട്ട് ഇടുമ്പം. പിന്നെ ഇതിൻ്റെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി കൂടെ ഒരു ഫ്ലേവർ കിട്ടണം. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മണക്കുമ്പോൾ നല്ല ബിരിയാണിയുടെ ഫ്ലേവർ നമ്മുടെ കയ്യിൽ വരണം. അതിനുകൊണ്ട് നമുക്കൊരു ചെറിയ ടിപ്പാണ്, കുറച്ച് വാനില എസൻസ് ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ഒന്നും ഒഴിക്കരുത്, 2-3 ഡ്രോപ്സ് മാത്രം ഒഴിച്ചേച്ചാൽ മതി. ഏത് എസൻസ് ചേർക്കുവാന്നേലും അതിനൊരു മണം ഒരു വരാൻ വേണ്ടി മാത്രമേ എസൻസ് ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് കഴിക്കാൻ തുടങ്ങും. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ വാനിലയായ ചേർക്കാൻ പോകുന്നത്. 1, 2, 3 ഡ്രോപ്സേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് വലിയ ജോലിയൊന്നും ഇല്ല. ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബൗളിലേക്ക് നമുക്കിത് മാറ്റണം.